നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. വളരെ ബോറായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ലൈവും ഭയങ്കര ബോറായിരുന്നു കേട്ടോ. അത് നമുക്ക് മാത്രമല്ല അല്ലേ, ആ വീട്ടിലുള്ളവർക്കും അതായിരുന്നു തോന്നുന്നു. കാരണം ഇന്ന് കുറേ പേര് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, തൂങ്ങുമായിരുന്നു. പിന്നെ അതല്ല, നമ്മൾ ഈ ഓരോ ദിവസം വീഡിയോയിൽ നമ്മൾ ഓരോരോ പോയിന്റ്സ് ഒക്കെ പറയാറുണ്ടായിരുന്നു. നിങ്ങളുടെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്നൊന്നുമില്ല, ഇന്നൊന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം എപ്പിസോഡിലോട്ട് തന്നെ അങ്ങ് പോവാട്ടോ. അപ്പൊ അതിനു മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അതിനു മുന്നായിട്ട് ഓണമാണ്. അപ്പൊ ഓണം തുടങ്ങി, നാളെ ഓണ ആഘോഷങ്ങൾ. അതെ, ഇനിയിപ്പോ ഒരു 3-4 ദിവസം ഉണ്ടല്ലോ ഓണം. അപ്പൊ എല്ലാവരുടെയും ഓണമൊക്കെ നല്ല രീതിയിൽ ആവട്ടെ എന്ന് എഴുതുന്നു. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്കപ്പൊ നമ്മുടെ എപ്പിസോഡിലേക്ക് തുടങ്ങാട്ടോ. 32 ആണ്. അപ്പൊ രാവിലെ പാട്ടോട് കൂടിയിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അതെ, നമ്മുടെ ഓണവും അത് കേരള ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പാട്ടൊക്കെ തന്നെയാണ്. കുട്ടനാടൻ കായലില്ലേ കൊച്ചുവെള്ളം തൊഴയും പാട്ടൊന്ന് പാടടി കക്കറമ്പി. ഇന്ന് ആ പാട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ റിയാക്ഷൻ ചാനലൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അറിയാം. അപ്പൊ ഇന്ന് രാവിലെ ഒന്നും കാണിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എപ്പിസോഡ് തുടങ്ങുന്ന ഉച്ചയ്ക്ക് 12:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡുകൾ വന്നവർക്ക് പണിപ്പുരയിൽ കയറാനുള്ള ആ ഒരു ടാസ്ക് ആണ് ഇന്നുള്ളത്. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ഇന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആ ഒരു സംഭവങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ 5 പേർക്ക് പണിപ്പുര പ്രവേശനം എന്തൊക്കെ എവിടേക്കാണെന്നുള്ളത് നോക്കി വെക്കണം ആദ്യമേ പോയി. അതായത് ഈ 5 പേരാണല്ലോ പണിപ്പുരയിൽ പോണത്. അവരാദ്യം പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചേക്കുന്നതെന്ന് നോക്കണം. അതിനുശേഷം ക്യാപ്റ്റൻ കൂടെ ഒരാളെ കൂടെ ഹെൽപ്പിന് വേണ്ടി ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കും. ഇവര് പോയിട്ട് ഇവർക്ക്, അതായത് ഈ 5 വൈൽഡ് കാർഡുകൾക്കും ഒരു ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ടുണ്ട്. അത് കെട്ടിക്കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കും. അതായത് ഈ പണിപ്പുറയിൽ തന്നെ ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പൊ അവിടേക്ക് ഇത് മാറ്റി വെച്ചാല് പുതിയതായിട്ട് വന്നവർക്ക് അത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവര് മാറ്റിയൊക്കെ വെക്കണം. ഇത് ബസർ കേൾക്കുന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് ബസർ കേൾക്കുന്ന ടൈമിൽ എന്നിട്ട് ഈ ക്യാപ്റ്റനും ഈ ഹെൽപ്പറും ഉണ്ടല്ലോ, ഇവരിങ്ങനെ പുറത്തിറങ്ങി വരണം കേട്ടോ. അത് കഴിയുമ്പോൾ ബസർ കേൾക്കും. ബസർ കേൾക്കുമ്പോൾ ഇവര് പോയിട്ട് ഈ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചുകൊണ്ട് തന്നെ സാധനങ്ങൾ തപ്പിപ്പറക്കി എടുക്കണം. കാരണം ഓൾറെഡി ആദ്യം കണ്ടുവച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അതൊക്കെ ഷഫിൾ ചെയ്തും മാറ്റിയും തിരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് സെക്കൻഡ് ബസർ, അത് ഒരു 20 സെക്കൻഡ് ആയിരിക്കും ടൈം കിട്ടുന്നത്. ടൈം ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഈ വട്ടം 20 സെക്കൻഡ് ഉണ്ട്. ഈ ഒരു ടൈമിനുള്ളിൽ സാധനം എടുത്ത് സെക്കൻഡ് ബസർ കേൾക്കുമ്പോൾ ഇവരുടെ ആ ഒരു കണ്ണി കെട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അയച്ചു മാറ്റണം. പണിപ്പുരയിൽ നിന്ന് ഇറങ്ങണമെന്നില്ല, കണ്ണി കെട്ടിയിരിക്കുന്ന സാധനവും അയച്ചു മാറ്റണം. 3ാമത്തെ ബസർ കേൾക്കുമ്പോഴത്തേക്ക് പണിപ്പുരയിൽ നിന്ന് സാധനങ്ങളായിട്ട് പുറത്തിറങ്ങണം. ഈ 3ാമത്തെ ബസറിന് മുന്നേ ഇവര് പുറത്തിറങ്ങിയില്ലെങ്കിൽ എടുത്ത സാധനങ്ങൾ ഫുള്ള് തിരിച്ചു വെക്കണം. അങ്ങനെയാണ് കേട്ടോ ടാസ്ക്. അപ്പൊ ഇതില് നമ്മുടെ നെവിൻ ആണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ നെവിന്റെ കൂടെ പോവാനായിട്ട് നെവിൻ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബിന്നീനെ ആണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരെല്ലാരും കൂടെ പണിപ്പുരയിൽ കയറി. അതായത് ഈ 5 വൈൽഡ് കാർഡുകളും നെവിനും ബിന്നിയും കൂടെ പണിപ്പുരയിൽ കയറി എല്ലാ സംഭവങ്ങളും നോക്കി. ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ കണ്ണിൽ കെട്ടിക്കൊടുത്തു, ബ്ലൈൻഡ് ഫോൾഡ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഈ നെവിനും ബിന്നിയും കൂടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച ഒരു ഡോറിലൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ കേട്ടോ. അത് സിമ്പിൾ ആയിട്ട് ഈ വൈൽഡ് കാർഡുകൾ എടുത്തു, കണ്ണിൽ കെട്ടിയിട്ടും അവരത് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വീട്ടുകാർ ജസ്റ്റ് ഇന്നലത്തെ പോലെ ഒരു ഇത് കൊടുക്കാൻ നോക്കി. അതായത് ടൈം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, അപ്പാനി വന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല, തിരിച്ചുകൊണ്ടിടടാ എന്ന് പറയുന്നു. പക്ഷെ അപ്പാനിക്ക് പറ്റി തെറ്റെന്താന്ന് വെച്ചാല് 2ാമത്തെ ബസർ സൗണ്ട് കേൾക്കുമ്പോ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റിയാൽ മതി, പുറത്തിറങ്ങണമെന്നില്ല. 3ാമത്തേന് മുന്നേ ആയിരുന്നു പുറത്തിറങ്ങേണ്ടത്. പക്ഷെ ഇവര് 3ാമത്തേന് മുന്നേ പുറത്തിറങ്ങി. അപ്പൊ ഈ സാധനം മൊത്തം ഇവർക്ക് എടുക്കാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരെടുത്തു കേട്ടോ. ഒത്തിരി സാധനം, അതായത് മൊത്തം എടുത്തെന്ന് തന്നെ പറയാം. അങ്ങനെ വന്നിരുന്നു. നെവിനും ബിന്നിയും കൂടി ഇച്ചിരി സിമ്പിൾ ആക്കി വെച്ചതാണ് ഏറ്റവും വലിയൊരു ഇതായത്. കാര്യം അവർക്ക് തന്നെയാ പണി കിട്ടുന്നത്. ഇച്ചിരി കാര്യമായിട്ട് ചിന്തിച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അവർക്ക് അത് അക്ബർ അവിടെ പറയുന്നുണ്ട്. ഈ പൊട്ടന്, അതായത് നെവിനെ ആട്ടോ പറയുന്ന, ഒന്നും
അറിയത്തില്ല. കാരണം നെവിന് ഇതുവരെ പണിപ്പുരയിൽ കയറിയിട്ടില്ല. ഇവരെടുത്തോണ്ട് വരുന്ന സാധനങ്ങൾ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ബിന്നിക്കൊക്കെ അറിയാം എവിടേക്കാണ് ഹിഡൻ. അതായത് ഇവർക്കും മാത്രം കുറെ വട്ടം പോയത് കൊണ്ട് അറിയാം ഹിഡൻ ഡോർസും കാര്യങ്ങളൊക്കെ ഉള്ളത് അറിയാം. അപ്പൊ ഈ സാധനങ്ങൾ എടുത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റി വെക്കാതെ ഇതിനുള്ളിലേക്ക് വെച്ചിരുന്നെങ്കിൽ അവർക്ക് അത് കണ്ടുപിടിക്കാൻ പാടാണെന്ന്, ടൈം പോവും. അപ്പൊ ഇത്രയും കിട്ടത്തില്ല. ഇത്രയും സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതി, അത് കണ്ണും കെട്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് വന്ന് ഇവരുടെ തെറ്റാന്ന് പറയുമ്പോൾ പിന്നെ അവിടെ തർക്കിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബിഗ് ബോസ് ഇവരോട് എണ്ണാൻ പറയുന്നുണ്ട്. അപ്പൊ എണ്ണിയപ്പോ ഓവർ ബുദ്ധിയാണെന്നുള്ള ചിന്തയാണ്. അതെ, അങ്ങനെ എണ്ണിയപ്പോ 12 ചെറിയ ബോംബുകളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ള. അപ്പൊ ഇവർക്കൊരു ചെറിയ പണിയാണ് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നെവിനും പിന്നെയും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, അടുത്ത വട്ടം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഹെൽപ്പറിനെ മാറ്റുകളാന്ന് പറയുമ്പോൾ പിന്നീട് പറയുമ്പോൾ പിന്നെ അതെന്താ ഹെൽപ്പറിന്റെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമല്ലല്ലോ, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്തു, നമുക്കും ഗെയിം കളിക്കണ്ടേ, അല്ലാതെ ഇവിടെ അറിയാവുന്നതിന് മാത്രം കളിച്ചാൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിന്നിയും പറയുന്നുണ്ട് കേട്ടോ. ഗെയിം കളിക്കുന്നത് നല്ല രീതിയിൽ കളിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ മാറ്റും ആൾക്കാർ, കിട്ടിയ അവസരം മുതലാക്കണ്ടേ. ഓക്കെ, അപ്പൊ ഇതില് ചെറിയ പണിയാണ്. അത് പണി എന്താന്ന് വെച്ചാല് ഒരു ഡേ ഫുള്ളായിട്ട് ആംഗ്യ ഭാഷയിലും മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന് ഇവര് തെരഞ്ഞെടുക്കുന്നത് നെവിനെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ നേരത്തെ ചേരുംപടി ചേരുക എന്ന് പറയുന്ന ആ ഒരു ടാസ്കില് കിസേലിനും അനുവാണ് ഒരു പണിയുള്ളത്. അപ്പൊ അതിൽ ഒരാളെ കൂടെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെയിം പണി തന്നെ അവർക്കും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് തെരഞ്ഞെടുത്തതാണ് നമ്മുടെ അനുവിനെ. അനു സന്തോഷം, ഭയങ്കര ചിരിച്ചൊക്കെ എണ്ണീറ്റ് നിൽപ്പുണ്ട് കേട്ടോ. കാരണം സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ക്യാമറ പോകുന്നത് അങ്ങനെ അനുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നെവിൻ ഇവിടെ വന്നിട്ട് ജപ 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 ജപാതും പറഞ്ഞിട്ട് ആംഗ്യ ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അനു അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പുറകെ നമ്മുടെ അപ്പാനി അനു ഒരു പ്ലാച്ചിയും കൊണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അത് അപ്പാനി അനുവിന്റെ പുറകെ നീ ഇവിടെ വന്ന് സംസാരിക്കടി, നീ ഇവിടെ വന്ന് സംസാരിക്കടി. എനിക്ക് തോന്നുന്നു അനു പ്ലാച്ചിയും കൊണ്ടല്ല നടന്നത്, അപ്പാനിയും കൊണ്ട് നടന്നെന്ന് തോന്നുന്നു. അപ്പാനി കൂടെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഫുൾ ടൈം. അതെ, എന്നിട്ട് അപ്പാനി അനുവിന്റെ പുറകെ നടന്ന് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് അപ്പാനി എന്നെ പറയാം, നീ ഇവിടെ പാടി, ഇവിടെ ഒന്ന് സംസാരിക്കടി, നിന്റെ പുറകെ നടക്കാൻ കുറെ വേട്ടാവലിയന്മാര് കാണും, എന്നെ അതേപോലെ കിട്ടത്തില്ല, നീ ഇവിടെ പാടി. ഉടനെ അനു ഇങ്ങോട്ട് വരും. അങ്ങനെ ധൈര്യമായിട്ട് വാ, അങ്ങനെ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞിട്ട് അപ്പാനി ഫുള്ള് എന്തൊക്കെയോ പറയുന്നുണ്ട്. അനു തിരിച്ച് ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. തിരിച്ച് അതിന്റെ കൂടെ പാവയുണ്ട് കേട്ടോ. പാവ എപ്പോഴും മസ്റ്റാണല്ലോ, അതിനെയും പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് അപ്പാനി അനുവിന്റെ പുറമെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോമോ എന്താണൊക്കെ ചെയ്ത് വലിച്ചെറിയുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവിടെ പൊട്ടി കരഞ്ഞ് സീനാക്കൂന്ന്, എന്തായാലും അത് നടന്നില്ല. പിന്നെന്തോ ശപിച്ചൊക്കെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം കൂടി. അനുമോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടപ്പോഴേ വല്ല പണി കിട്ടുമെന്ന്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിരീട യുദ്ധം ടാസ്കിന്റെ 2ാം ഘട്ടമാണ്. ഇതിൽ 2 തൊപ്പിയാണ് കേട്ടോ പിടിച്ചെടുക്കേണ്ടത്. അപ്പോ ഇത് അറിയാലോ നിങ്ങൾക്ക്, ഫിസിക്കൽ ആവരുതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതൊട്ടും ഫിസിക്കൽ ആയില്ലല്ലേ? അല്ല, പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ. ഇത്ര തൊപ്പി തലയിലും അല്ല, ഇത് ബിഗ് ബോസ് പറയുന്നത് അല്ല, ബിഗ് ബോസ് പറയുന്നത് ഈ തൊപ്പി എടുക്കണം എന്നാ ഫിസിക്കൽ ആവാൻ പാടില്ല. തലയിരിക്കുന്ന തൊപ്പി പിന്നെ ഫിസിക്കൽ ആവാതെ തൊപ്പിക്ക് തരുവോ എന്ന് ചോദിച്ചാ, അതായത് ഇങ്ങനെ പറയണം, ആ തൊപ്പി ഒന്ന് തരുമോ, നമുക്ക് ബട്ട സമ്പ്രദായം ചെയ്യാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ കൊടുക്കൂ. അല്ല, ഇത്രയും വലിയ ഒരു പവർ കൊടുത്തിട്ട് ആരെങ്കിലും അത് വിട്ടുകൊടുക്കുവോ? ചെറുതായിട്ട് പറഞ്ഞ അപ്പൊ പിടിച്ചെടുക്കാൻ തന്നെ നോക്കും. അതന്നെ, അല്ലെങ്കിൽ ഒളിച്ചിരിക്കണം. അങ്ങനെ ഒളിച്ചിരുന്ന എന്തോ ഗെയിം, അതും തലയിലിരിക്കുന്ന തൊപ്പി അതെടുക്കാതെ അത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് സംരക്ഷണം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ തലയിരിക്കുന്ന തൊപ്പി തലയിൽ ഒന്നും എടുക്കാതെ നമ്മൾ തിരിച്ചു തന്നെ റിയാക്ഷൻ ചെയ്യാനോ ചെയ്യും അല്ലേ? അത് ഇത്രയും സൂപ്പർ പവർ ഉള്ള സ്ഥിതിക്ക്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ അനീഷും അപ്മാനിയും സാബുമോനും ഇന്നലെ ഔട്ട് ആയതുകൊണ്ട് അവർക്ക് പറ്റില്ല. ബാക്കി ഒരു 6 ടീം ചേർന്നിട്ടാണ് കേട്ടോ ഇത് കളിക്കേണ്ടത്. അങ്ങനെ പിടിയും വലിയൊക്കെ ആയിരുന്നു, അങ്ങോട്ട് വലിയുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. അക്ബർ ആണെങ്കിൽ എനിക്ക് രേണുവിന്റെ തൊപ്പിയാണോ പിടിച്ചത്, രേണുവിന്റെ തലയാണോ പിടിച്ചേക്കുന്നത് എനിക്കറിയില്ല. തൊപ്പി അക്ബർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. തൊപ്പിയിലെ പിടിച്ചേക്കുന്നത്, തലയെ പിടിച്ചിട്ടില്ല. തൊപ്പി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ രേണു തലയും കൊണ്ടാ പോകുന്നത്, അല്ല തൊപ്പി കൊണ്ടല്ല പോകുന്നത്. രേണു തലയും കൊണ്ടുപോകും അതിന്റെ കൂടെ. അതില് ഈ അക്ബർ വന്ന് പിടിച്ച് രേണുവിനെ പിടിച്ചിട്ടുണ്ട്. രേണു ഒന്നും ചെയ്തില്ല കേട്ടോ. അതൊന്ന് രേണു തലമുറ പിടിച്ചിരിക്കുന്നുണ്ട്. അതെ, അല്ലാതെ ഒരു എന്താ തൊപ്പി. ബാക്കി അപ്പുറത്ത് ഇപ്പുറത്ത് ഗിസയിലൊക്കെ ആണെങ്കിൽ അനുവൊക്കെ ആണെങ്കിൽ തൊപ്പി ഉറപ്പിച്ച് 10 കിടന്ന് പണിയെടുക്കുക കേട്ടോ. ഇവിടെ
രേണു ചുമ്മാ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നിൽക്കുന്നതല്ലാതെ എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വന്നോക്കുന്നുണ്ട് എങ്കിലും തട്ടയും പിട്ടിയൊക്കെ ദേഹത്തൊക്കെ പിടിമലിയൊക്കെ നടക്കാണ്. അല്ല രേണു ഒന്നും ചെയ്യുന്നില്ല, അക്ബർ ആണല്ലോ ഫുള്ള് ചെയ്യുന്നത്. എന്തിനാ സത്യം പറഞ്ഞാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു ബിഗ് ബോസ് ഷോ അല്ലേ. ഇപ്പൊ അക്ബർ തന്നെ പിന്നീട് ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ ടീമിൽ വെറും 2 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, രേണു തൊപ്പിയിൽ പോലും പിടിക്കുന്നില്ല, മുടിയും പിടിച്ചോണ്ടാ നിന്നുള്ളത്. അത് വയ്യെങ്കിൽ പിന്നെ എന്തിനാ നിക്കുന്നത്? ഒരാള് ഇപ്പം ആ 2 പേരിൽ മറ്റേ ടീമിലൊക്കെ ക്യാപ്റ്റൻ തൊപ്പിയും കൊണ്ട് പോവുമായിരുന്നു, ബാക്കി 2 പേരും തൊപ്പി പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. ഇത് പക്ഷെ ഷാനവാസ് പോകുമ്പോ അക്ബർ തൊപ്പി പിടിച്ച് നിൽക്കുവോ. പക്ഷെ ഇവര് സെലക്ട് ചെയ്ത് മണ്ടത്തരായിരുന്നു. അല്ല അത് ബിഗ് ബോസ് അല്ലേ? അല്ല ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തത് അത് അക്ബറോ ഷാനവാസോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്താ രേണുവിനെ പിടിച്ചു മാറ്റാൻ പറ്റൂ? എന്നാലും കുഴപ്പമില്ല, ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും തൊപ്പി. അതൊന്നും പറയാൻ പറ്റൂല. രേണുവിന്റെ അത്രയും തൊപ്പി വെക്കാൻ നോക്കിയല്ലോ, അത് നടക്കുന്ന കാര്യമല്ല. രേണുവിനെ വെച്ചിട്ട് എന്തായാലും നടക്കില്ല, അത് എല്ലാരും പറഞ്ഞതുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ രേണുവിന് ഒട്ടും വയ്യ കേട്ടോ, ഫിസിക്കലായിട്ട് എന്താണ്ടൊക്കെ വയ്യ. ഒന്നൊക്കെ പോകണമെങ്കിൽ പോവൂ, എന്തിനാ വെറുതെ ഇങ്ങനെ നിക്കുന്നേ? വേറൊരാളുടെ ഒരു ഇതിപ്പോ ഇങ്ങനെ അല്ല, അത് മാത്രല്ല, ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോ തന്നെ ഈ വേറൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോ അവരുടെ അവസരവും കൂടി ഇല്ലാതാവും അല്ലേ? ചുമ്മാ പറയുന്ന കാര്യത്തോട് ചോദിക്കുമ്പോ പറയും എനിക്ക് പോണ്ടെന്ന് പറയും. അതെ, കാരണം ഇത്രയും വലിയൊരു പവേഴ്സ് കിട്ടുന്ന ഒരു ടാസ്കാ. അക്ബറും ഷാനവാസും അവരുടെ അത്രയും എഫേർട്ട് എടുത്തിട്ട് കളിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ 3 പേർക്ക് കിട്ടേണ്ട പവർ അവർക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ട് അവരുടെയും കൂടെ അത് നഷ്ടാവുകയല്ലേ ചെയ്തത്. അപ്പോ എന്തായാലും അക്ബറിന്റെ ഷർട്ടൊക്കെ കീറി കേട്ടോ. പ്രവീണൊക്കെ വന്ന് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് അക്ബറിന്റെ ഷർട്ട് കീറി. ഗിസേലിനെ ആണെങ്കിൽ വന്നിട്ട് ഗിസേലിന്റെ തലയിലെ തൊപ്പിയുള്ളത്. നമ്മുടെ അഭിലാഷിന്റെ ഒക്കെ ടീം ഭയങ്കര മാരക അറ്റാക്ക് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു കേട്ടോ അഭിലാഷൊക്കെ. അങ്ങനെ ഗിസേലിന്റെ കൈ മുറിഞ്ഞു, നല്ല രീതിയിൽ അത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കെട്ടിവെച്ചു. എന്തായാലും അഭിലാഷ് കൊണ്ടുവന്ന് തൊപ്പി തൂക്കി വന്ന് തൂക്കി എന്തോ ചെയ്തു അറിയില്ല. ഷാനവാസിന്റെ തൊപ്പിയൊക്കെ കീറിപ്പോയി. അങ്ങനെ നമ്മുടെ ഗിസലിന്റെ ടീമും ഔട്ടായി, നമ്മുടെ ഷാനവാസിന്റെ ടീമും ഔട്ടായി കേട്ടോ. അങ്ങനെ ഈ 2 ടീമും ഇന്നത്തതിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പം ഗിസലിന്റെ കൈ നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും മുറിവ് ഇതൊക്കെ പറ്റിയിട്ടുണ്ട്, ഗിസലിന്റെ നല്ല കാര്യമായിട്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പാനി അവിടെ കിടന്ന് വേളം വെക്കുന്നുണ്ട്, ഈ ഫിസിക്കലി ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്തോ ഫിസിക്കലി ചെയ്യുന്ന കൈയൊക്കെ കണ്ടോ മുറിഞ്ഞേക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പനി ഉണ്ടായിരുന്നു ഫിസിക്കലി. ഡയലോഗ് അടിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ അക്ബറിനോടൊക്കെ പറയും, എനിക്കങ്ങ് സന്തോഷമായി, കർമ്മ തിരിച്ചു കിട്ടുമെന്നുള്ള. ഇന്നലെ എന്നെ എടുത്തിട്ട് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഔട്ട്, അതായത് നമ്മുടെ അക്ബറിന്റെ ടീമാണല്ലോ ഔട്ടാക്കിയത്, ഇന്ന് അത് തിരിച്ചു കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അത് തമാശ രീതിയിലാട്ടോ പറയട്ടെ. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ രണ ഫാത്തിമയും ബിന്നുമായിട്ട് ഒരു അടി ഉണ്ടായിരുന്നു. അപ്പൊ രണ ഫാത്തിമ അത് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയുടെ തന്നെ സംസാരമാണ്. അപ്പൊ രണ ഫാത്തിമ ഒന്ന് പല്ലടിച്ച് വായിലിടുന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്, ടോക്കായിരുന്നു. അപ്പം ബിന്നു പറയുന്നത് നീ അടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണയുടെ വക കുറെ കോപ്രായൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാണിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദിലയും ഷാനവാസും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദില പറയുന്നുണ്ട് നെവിന്റെ ടീമാണ് ലക്ഷ്മി. അപ്പം നെവിന്റെ ഗെയിം എന്ന് പറയുന്നത് കയറി എവിടെയെങ്കിലും ഒളിക്കുക, ഇവർ 2 പേരും എവിടെയെങ്കിലും അറ്റാക്കിന് പോവുക, ഇതാണ് പരിപാടി. നെവിനെ അതുകൊണ്ട് ആരും സ്പോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ കേട്ടോ. അങ്ങനെ നെവിനെ കയറി ഒളിക്കാൻ അങ്ങോട്ട് പോകുന്നത് ആദില കണ്ട. അങ്ങനെ ആദില പിടിക്കാൻ പോയപ്പോഴത്തേക്കും ലക്ഷ്മി അങ്ങോട്ട് പിടിച്ച് വലിച്ച് ദൂരെ ഇട്ടെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. ടാസ്ക് ആണ്, പക്ഷെ ഇന്നലെ ഒരു മയത്തിലൊക്കെ വലിച്ച് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഷാനവാസാണോ പറഞ്ഞത്, ലക്ഷ്മി നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നു. ബാക്കി വീട്ടിലുള്ളവരൊക്കെ നല്ല രീതിക്ക് നഖവും ഇതൊക്കെ അനീഷിന്റെയും മുഖമൊക്കെ മുറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നഖമൊക്കെ കൊണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്, നല്ല അറ്റാക്ക് ആണ്. അങ്ങനെ ആദില ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതേ സമയം ലക്ഷ്മിയും നെവിനും പിന്നെ പ്രവീണും അവര് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അടുത്ത ദിവസം ഇനി ടാസ്ക് വരുമ്പോൾ നെവിൻ ഒളിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒളിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്മിയും ജിഷനും കൂടെ, അപ്പൊ ഒളിക്കുവാണെങ്കിൽ നമുക്ക് മാറിയിരിക്കുക, ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ തള്ളാനോ പിടിക്കാനൊന്നും പോകണ്ട. പക്ഷെ നെവിന് ഒളിക്കാൻ പറ്റാത്ത രീതി എന്തെങ്കിലും സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഡിഫൻഡിന് നിൽക്കണം, അറ്റാക്കിന് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല രീതിക്ക് ആൾ അറ്റാക്കിന് നല്ല പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടോക്കാണ് അവിടെ നടക്കുന്നത്. ടാസ്കിനെ പറ്റി തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അപ്പാനിയും
അക്ബറും നമ്മുടെ പ്രവീണും എല്ലാരും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം പ്രവീൺ പറയുന്നത് എനിക്ക് നല്ലൊരു ഇതായിരുന്നു എന്നെ എടുത്തിട്ട് തന്നേന്ന് പറയുമ്പോൾ വല്ല ഓർമ്മയുണ്ടോ എന്ന് നോക്കുമ്പോൾ അക്ബർ പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രേണുവിന്റെ തൊപ്പി ഞാൻ പിടിച്ചു വെക്കുമ്പം അതിന്റെ അടിയിൽ വന്ന രേണു നിന്നിട്ട് ഞാൻ തൊപ്പി കൊണ്ടുപോകുമ്പോ അതിന്റെ കൂടെ രേണു വരുന്നതേ ഉള്ളായിരുന്നു, തൊപ്പിയുടെ കൂടെ. അല്ലാതെ തൊപ്പി രേണു അത് പിടിക്കുന്ന പോലുമില്ല, മുടി പിടിച്ച് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്ന, അല്ലാതെ തൊപ്പി മാത്രം പിടിച്ചേക്കുന്നത് ഇങ്ങനെയാ പോകുന്നത്, ഇങ്ങനെയാ പോകുന്നത്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അനു വന്ന് ക്യാമറയെ നോക്കി ആ പാവക്കുട്ടീനെ കാണിച്ച് എന്തൊക്കെയോ കംപ്ലൈന്റ് പോലെയൊക്കെ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അപ്പാനെ വന്ന് വീണ്ടും ചൊറിയുന്നുണ്ട്. എന്നിട്ട് അപ്പാനെ ആ പാവ എടുത്ത് എറിയുന്നുണ്ട്. അനു കല്ലിപ്പിച്ച് നോക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടി കൂടുന്നുണ്ട്. അപ്പാനിക്ക് വേറെ പണിയില്ലെന്ന് എനിക്ക് ചോദിക്കുകയുള്ളു. അതേപോലെ ഇതാണെങ്കിൽ ഷാനവാസ് ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ലൈവിലായിരുന്നു തോന്നുന്നു, പാവ എടുക്കുകയോ അങ്ങോട്ടൊക്കെ മാന്തയെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെവിനും മസ്താനയും കൂടെ പറയാം, നെവിന്റെ ടീമിലാണല്ലോ. അപ്പം മസ്താനെ അടുത്ത് പറയാം എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയാൽ ഞാനത് നിനക്ക് തരാം, എന്നിട്ട് നീ അത് എടുത്തോന്ന് പറഞ്ഞ് ഇവരമ്മ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് പണിഷ്മെന്റ് ഉണ്ടല്ലോ, മിണ്ടരുതെന്നല്ലേ പറഞ്ഞ, ബ്ലാ ബ്ലാ ബ്ലായ ഒന്നും വെക്കണ്ട, മിണ്ടാതെ അങ്ങ് ഇരുന്നാൽ മതി, ആംഗ്യം മാത്രം കാണിക്കാനുള്ള അവകാശം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഷാനവാസും എല്ലാരും കൂടെ ഫുഡ് കഴിക്കുമ്പോൾ അനുവിനെ നോക്കി ഷാനവാസ് പറയുന്നുണ്ട്, അതായത് അനു ഷാനവാസ് അങ്ങനെ പാവ എടുത്ത തമാശയ്ക്ക് എങ്ങാണ്ട് പിടിച്ച ടൈമില് അനു നല്ല രീതിയിൽ ഷാനവാസിനെ അള്ളി കിട്ടോ, കയ്യിലൊക്കെ നല്ല പാടുണ്ടായിരുന്നു. അപ്പൊ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു സ്ത്രീയെ കയറി ഞാൻ ആക്രമിക്കാനൊന്നും വന്നതല്ലല്ലോ, നിനക്കും അതറിയാലോ, ഞാൻ ജസ്റ്റ് ഒരു പാവ എടുത്തതല്ലേ ഉള്ളൂ, അത് ഞാൻ കളയത്തില്ല, തമാശ രീതിയിൽ എടുത്തതെന്നൊക്കെ നിനക്കറിയാലോ, അപ്പൊ ഇത്രമാത്രം ആക്രമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അനുവിടെ ആംഗ്യത്തിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ടാസ്കിന്റെ കാര്യത്തിൽ എങ്ങാണ്ട് ഉള്ളത് പറയുന്നത്. അപ്പൊ ഷാനവാസ് പറയുന്നു രേണു അവിടെ വയ്യാതെ കിടക്കുക, അപ്പൊ ടാസ്കില് നീ വന്ന് പിടിക്കാൻ വരുമ്പോ ഞാൻ പിടിച്ചു മാറ്റണ്ടേ, അത് ടാസ്ക് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് അത് ഭയങ്കര വിഷമായിട്ടോ. അത് വിഷമം കൈ കാണിക്കുന്നത്, കൈ മൊത്തം നല്ല മുറിവുണ്ട്, മുതുകൊക്കെ തള്ളി മാന്തയൊക്കെ ചേർന്ന് ചുമ്മാ തമാശയുണ്ട്. പുള്ളിക്കാരൻ പാവെന്നെടുത്ത് പിടിച്ചതിനാ പുള്ളിക്കാരി എടുത്ത് അറ്റാക്ക്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ, ഈ പാവക്കുട്ടി വെച്ചുള്ള നിന്റെ നാടകമൊക്കെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വീട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പാവക്കുട്ടിയെ വെച്ചിട്ട് അനു കാണിക്കുന്നത് ഒരു കണ്ടന്റ് ആണെന്നുള്ളത്. അത് ഇന്നലെയും അവർ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മനസ്സിലാവാത്ത അവിടുത്തെ അപ്പാനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തുവാ കാണിക്കുന്നത് അപ്പാനിക്ക് അറിയത്തില്ല. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് KP നമ്പൂതിരീസിന്റെ നമുക്ക് എപ്പോഴും എല്ലാ വർഷവും വരുന്ന കണക്ക് തന്നെ നല്ല പല്ലാരുടെയാന്ന് നോക്കുന്നു. എല്ലാരും പറയുന്നു ഗിസയിലാണ്. അങ്ങനെ ഗിസയിൽ ഒരു സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ KP നമ്പൂതിരീസിന്റെ ടൂത്ത് പേസ്റ്റും മൗത്ത് വാഷും ഒക്കെ അടങ്ങുന്ന ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആദിലയും നൂറയും അനുവും ആര്യനും ഉറങ്ങിയെന്ന് പട്ടി ഉറക്കുന്നുണ്ട്. ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ ഉള്ളൂ. ഇത് തന്നെ നമ്മുടെ സ്പൈക്കുട്ടൻ വരുന്നല്ലേ, സ്പൈക്കുട്ടൻ വരുന്നുണ്ട്. നമ്മുടെ നെവിന് പിടിക്കാനാണ് വരുന്നത്. അതായത് അകത്തോട്ട് കയറി പോയിട്ട് നെവിന്റെ നേർക്ക് തന്നെ നടക്കും. അങ്ങനെ നെവി ഒരു മൂലയ്ക്ക് വെക്കുന്നു. അങ്ങനെ സ്പൈക്കുട്ടൻ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെവിന് ഒളിപ്പിച്ച് വെച്ച പഞ്ചസാര എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലിവിംഗ് റൂമിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ റൂള് ലംഘിക്കുന്നു. അതായത് ഉറങ്ങിയവരെയും ഉത്തരവാദിത്തം കാണിക്കാത്തവരെ നിയമം ലംഘിച്ചവരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈക്കുട്ടൻ വന്നത്. ഇത് 24/7 ലൈവ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഉറക്കം കാണാനല്ല ഇരിക്കുന്നത്. അതെ. അപ്പം അതുകൊണ്ട് തന്നെ നെവിന് പഞ്ചസാര എടുത്തതിനും ക്യാപ്റ്റനായിട്ട് നല്ല രീതിയിൽ നിൽക്കാത്തതിനും പിന്നെ അതേപോലെ തന്നെ ഒത്തിരി കുറ്റമുണ്ട് കേട്ടോ. ഈ സംസാരിക്കരുതെന്ന് പറഞ്ഞ സംസാരിച്ചതിന്റെ പേരിൽ നെവിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. 100 വട്ടം ഗ്രൗണ്ടിൽ കൂടെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ട് ഓടണം. ഓടുമ്പോ എന്തായിരുന്നു, ഞാൻ ഉറങ്ങില്ലെന്ന് ആ ബോർഡിൽ എഴുതണം. എന്നിട്ട് അടുത്ത റൗണ്ട് ഒന്നും കൂടി ഓടണം, എന്നിട്ട് വീണ്ടും എഴുതണം. ഇത് കണക്ക് 100 വട്ടം ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെന്താ ഇവര് ഈ ഉറങ്ങുന്നതെന്ന് പറയുന്നത് ബോറടിക്കുന്നുണ്ട്. നമുക്ക് ബോറടിക്കുന്നതല്ല, അവർക്കും ബോറടിക്കുന്നുണ്ട്. സാധാരണ വീക്ക്ലി ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ തുടങ്ങിയ രാത്രി വരെയൊക്കെയാ. അതുകൊണ്ട് ഉറക്കവും കാണത്തില്ല, ഇവർക്ക് ടാസ്കും കാണും. പിന്നെ രാത്രി ആണെങ്കിൽ എല്ലാം നല്ല രീതിക്ക് ഫുഡും വെച്ചിട്ട് കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. പിന്നെ അടുത്ത ദിവസം ഇതാണ് തന്നെയാണ്. പക്ഷെ ഇത് എന്തൊരു വീക്ക്ലി ടാസ്ക്, 1 hour പോലും ഇല്ല വീക്ക്ലി ടാസ്ക് ഇല്ലേ? അല്ല, ഇവർക്ക് എങ്ങനെ ടാസ്ക് കൊടുക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ ടാസ്ക് കൊടുത്ത് കൈയും മുറിഞ്ഞ് കാലും മുറിഞ്ഞ് എല്ലാ സീസണിലും അങ്ങനെയൊക്കെ നമ്മുടെ നടന്നിട്ടുണ്ട്. പക്ഷെ വീക്ക്ലി ടാസ്ക് ഒരു 1 hour ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലല്ലോ കുഴപ്പമില്ല. പിന്നെ അതിൽ 32ാമത്തെ ദിവസം ടാസ്ക് കൊടുക്കുകയാണ്. തുടർക്കഥ എന്നൊരു ടാസ്ക് ആണ്. അതായത് നമ്മുടെ ജീവിതകഥ ഉണ്ടല്ലോ, വൈൽഡ് കാർഡുകാർക്ക് ഇങ്ങനെ തുടർക്കഥ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. കാര്യം ഇവിടെ സാധാരണ ജീവിതകഥ എന്ന് മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. കാര്യം അത്ര ഉള്ള കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, അതാണ് മറ്റേ പ്ലസിൽ കാണിക്കുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെ ടാസ്ക് എന്ന് പറയുന്നത് ഈ 3 ദിവസം ഇവര് തുടർച്ചയായിട്ട് കഥ പറയണം.
ഇവര് 5 പേരും ഒരു 10 മിനിറ്റ് കൊടുക്കും. ഈ 10 മിനിറ്റിനുള്ളിൽ ഈ 5 പേരും ഓരോരോ പോർഷനായിട്ട് എത്ര ടൈം എന്നുള്ളത് ഇഷ്ടമുള്ള പോലെ എടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പക്ഷേ ഈ 5 പേരും കഥ പറഞ്ഞ് തീർക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ചെയ്യുകയും വേണം. അതായത് ഇപ്പൊ ഒരാൾ 10-15 മിനിറ്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം വെച്ച് നിർത്തുന്നോ അടുത്ത ദിവസം ഇതേ സ്ഥലത്ത് നിന്ന് തുടങ്ങണം. ഇതിനൊക്കെ 3 ദിവസത്തിനുള്ളിൽ തീർക്കണം. ഏറ്റവും നല്ലോണം കഥ പറയുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ ആണ്. ബാക്കിയുള്ള 4 പേര് ഡയറക്റ്റ് എവിക്ഷനിൽ പോകും. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളവരായിരിക്കും ജഡ്ജസ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആദ്യം പ്രവീണാണ് വരുന്നത്, പിന്നെ ജിഷിം വരും, മസ്താനി, സാബുമാൻ, ലക്ഷ്മി, ഇങ്ങനെയാണ് ഇവര് കഥ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നോർമലി എല്ലാ കഥകളും പോലെ കുറച്ച് ഭാഗമായിട്ട് അവർ പറഞ്ഞു നിർത്തി പോകുന്നുണ്ട്. അങ്ങനെ ആ ടാസ്ക് അവിടെ കഴിയുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനുവിന്റെ അടുത്തും ഗിസൈലിന്റെ അടുത്തും ജയിലിൽ കിടക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ നെവിനും മസ്താനും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതായത് നെവിൻ ആദ്യമേ ഗിസൈലായിട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ അനുവായിട്ട് വന്നിട്ട് ഇന്റർവ്യൂ. അതായത് അവരുടെ ആ ഒരു സ്ട്രാറ്റജി ഒക്കെ കാണിച്ചിട്ടാണ് കേട്ടോ. അതായത് ഗിസൈലിനെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ വന്നിട്ടാണ്. അതുപോലെ അനുവിന്റെ ഭയങ്കര കരച്ചിലാണ്, ക്യാമറ ഫോക്കസ് നോക്കുന്ന ഒരാളെന്നുള്ള രീതി. നല്ല രസമുണ്ടായിരുന്നു, കോമഡി ആയിട്ടോ അത് ചെയ്തത് രണ്ടുപേരും. അതെ മസ്താനി ചോദിച്ചു റൂൾ ബ്രേക്കിംഗ് ഒക്കെ, അത് ഞാൻ കോഫി കുറച്ചെടുത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രണ്ടും കൊള്ളായിരുന്നു, രണ്ടുപേരെയും ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ സൂപ്പറായിട്ട് കാണിക്കുന്നു. അതെ അതെ, അവിടെ അകത്തുള്ളവർക്കെല്ലാം നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ട് അനുമോളെ ഇവര് വന്നതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് ഗെയിം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജയിലില് ബിന്നി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനുവിന്റെ അടുത്ത്, നീ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ആര്യന്റെ ഉൾപ്പെടെ വയസ്സ് സഹിതം മറിഞ്ഞു വെച്ചിട്ടാണ് വന്നത്. അപ്പം പിന്നെ ആര്യനുമായിട്ട് നീ ഒരു ഫ്ലർട്ടിങ് രീതിയിൽ പോകുന്നുണ്ട്. അത് നീ മാത്രമല്ല ആര്യനും അത് നിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആര്യൻ ഓരോന്ന് പറയുമ്പോഴൊക്കെ നീ ബ്ലഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗിസൈലിന്റെ കാര്യം പറയുമ്പോൾ ദേഷിക്കുന്നുണ്ടായിരുന്നു. ഗിസൈലിന്റെ അടുത്ത് പറയുമ്പോൾ ദേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞു. അനു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഗിസൈല് പറയുന്നുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട് നിന്റെ ഫ്രണ്ടായ ശൈത്യ വരെ അത് അംഗീകരിച്ചതാണ്, നിനക്ക് അങ്ങനെ ഒരു ആര്യനോടൊരു ക്രഷ് ഉണ്ടായിരുന്നെന്നുള്ളത് ശൈത്യ വരെ കൺഫേം ആയതാണ്. അതേപോലെ തന്നെ ആര്യൻ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ നീ നിന്റെ ഒരു ഗിസൈല് നീ അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ലൈവില് കാണിച്ചായിരുന്നു നമ്മുടെ അനുവും ഗിസൈലും തമ്മിൽ ഈ അന്ന് ടാസ്ക് ആണ് നമ്മൾ ഫുഡ് എടുത്തല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെ രണ്ടുപേരും പറഞ്ഞ് ഇന്ന് സംസാരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ അതൊന്നും ഇട്ടില്ല, അതൊക്കെ നല്ല കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിന് ഓട്ടം തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജിഷൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, നോക്കിക്കോ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ തെറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ പണി തരും മത്തങ്ങ തലയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നെവിൻ ഇരുന്ന് പറയുന്നുണ്ട്. എന്തായാലും 10th റൗണ്ട് വരെ ഓടിയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഒരു ചെറിയ ശിക്ഷയില് ആനുകൂല്യം തരുന്നു, ഇനി ആവർത്തിക്കരുത്. നെവിൻ അണച്ചു കേട്ടോ നല്ല രീതിയിൽ. നമുക്ക് പറയായിരുന്നു അല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ജിഷയിലും ആര്യനും കൂടെ അവിടെ ഇരുന്നിട്ട് ഇനിയുള്ള ഗെയിംസിനെ കുറിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ആര്യം പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് വീക്ക് ഇത്രയേ ഉള്ളായിരുന്നു, സെക്കൻഡ് വീക്ക് ഇത്ര, തേർഡ് വീക്ക് ഇത്ര, അങ്ങനെ പോകണം. അതേപോലെയാണ് വൈൽഡ് കാർഡുകൾ വരുന്നതൊന്നും നമ്മൾ അവർ പറയുന്നതിൽ വീഴേണ്ട കാര്യമില്ല. എന്നെ ആണെങ്കിലും ഞാൻ പാവാടി വള്ളിയാണ് പുറത്തുനിന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം അത് അവിടെ തീർന്നു. അല്ലെങ്കിൽ അത് ഞാൻ ഭയങ്കര വിഷമിച്ചതെങ്കിൽ ഇനി അതിനെ പറ്റി പറഞ്ഞു. ഗിസയില് പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ഷാനവാസിനാണെങ്കിലും ആൾക്ക് ഭയങ്കര അപ്സെറ്റ് ആണ്, വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ഇനിയുള്ള ഗെയിമില് എന്ത് പറഞ്ഞാലും നമുക്കത് ഒന്നും ബാധിക്കരുത്, നമ്മൾ ഗെയിമിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനു ശേഷം വെളിയിൽ ആദിലയും ഷാനവാസും തമ്മിലുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. ടോപ്പിക്ക് അനുമോള് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യം ആദിലിപ്പം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത നിൽക്കുന്ന അവസ്ഥയല്ല, കടലിന്റെയും ചെകുത്തന്റെ നടയില്ല എന്നുള്ള രീതിയില്ല. കാര്യം അനുമോളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അല്ല അതിൽ എന്താ പറയുന്നത് ചോദിച്ചാൽ നൂറയോട് ഇതൊന്നും അതില് പറയില്ല. കാരണം നൂറ ഇപ്പം രണ്ട് പ്ലെയർ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ആദിലേനെ ഒരിക്കലും ആദില പറയുന്നതിൽ നൂറ് ഇൻഫ്ലുവൻസ് ആവരുതെന്ന് കരുതിയിട്ട് ആദില ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ശൈത്യയോടെ പറയാം. അതാകുമ്പോൾ ശൈത്യക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഗെയിമിലും കാണുന്നുണ്ട് ഫ്രണ്ട് ആണല്ലോ, അപ്പൊ ശൈത്യക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. ശൈത്യയുടെ അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പക്ഷെ നൂറ് എങ്ങനാന്ന് വെച്ചാൽ ഇതൊന്നും മൈൻഡിലോട്ട് എടുക്കില്ല, അനുവിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ എടുത്ത് അവിടെ വിടുന്ന ഒരാളാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചെന്ത് കിട്ടിയാലും മൈൻഡിൽ എടുക്കുന്ന ഒരാളാ. അങ്ങനെ ഞാൻ ചെറുത്താനെയും കടലിന്റെ നടുക്കാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതില് ഷാനവാസിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇതില് നമ്മുടെ ജിഷനും നമ്മുടെ വൈൽഡ് കാർഡുകൾ ഉണ്ടല്ലോ, അതിൽ സാബുമോൻ ഒഴികെ ബാക്കി 4 പേരും വീട്ടുകാർക്കെതിരായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ലക്ഷ്മിയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പോയി ഇത്രയും സാധനം എടുത്തുകൊണ്ട് വന്നാൽ നമ്മുടെ ചെറിയൊരു വിജയം പോലും വീട്ടുകാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള്
അവരറിയാതെ അവർക്കെതിരെ നമ്മൾ നിൽക്കണം. എന്നിട്ട് നിന്ന് നമ്മൾ ഗെയിം കളിക്കണം, എങ്കിലേ പറ്റൂ. കാരണം പക്ഷെ അത് അവർ അറിയുകയും ചെയ്യരുത് അവർക്കെതിരെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും വീക്കിൽ നിന്ന് തുടങ്ങാം എന്ന് പറയുമ്പം അവർ ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് രേണുവിനെയും ശൈത്യനെ ആദ്യം പിടിക്കാന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് രേണുവും ശൈത്യം വേണ്ട, അവർ മൊത്തത്തിൽ വീക്കായി പോകാൻ റെഡി ആയിട്ട് ഇരിക്കുക, ശൈത്യമൊക്കെ ഒരാഴ്ചയും കൂടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലിരിക്കുക. അവർ രണ്ടുപേരും വേണ്ട, നമുക്ക് ബാക്കിയുള്ളവരെ പിടിക്കാം, അതും ഏറ്റവും ലോയിൽ നിന്ന് നമുക്ക് തുടങ്ങാം, അപ്പോഴേ അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ബിഗ് ബോസിന് വേണ്ടതും അതായിരുന്നു. ബിഗ് ബോസ് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ടാസ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തത് തന്നെ. എന്തായാലും അത് ലാസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. ഇനി കാര്യത്തിലോട്ട് വരുമെന്ന് കണ്ടറിയാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എപ്പിസോഡ്. ഒന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനൊന്നും ഇല്ല, പ്രത്യേകിച്ച് കണ്ടന്റും ഒന്നും ഇല്ല. അപ്പൊ പെട്ടെന്ന് റിവ്യൂവും തീരും ഇല്ലേ, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ നാളെയെങ്കിലും നല്ല കണ്ടന്റ് ഒക്കെ കിട്ടട്ടെ. 3-4 വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എഴുതി. പക്ഷെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗുമ്മില്ല. എനിക്ക് ഇനിയിപ്പം ടാസ്ക് കൊടുത്ത് മാറ്റിക്കാനേ പറ്റത്തുള്ളൂ. അതായത് നല്ലൊരു സ്ട്രോങ് വീക്ക്ലി ടാസ്ക് കൊടുത്ത്, ഇതേപോലെയുള്ള ഫുള്ളിരിക്കുന്ന ഒരു ടാസ്ക് കൊടുത്ത് 32ാമത്തെ ദിവസമായില്ലേ, അപ്പൊ കൊടുത്തത് മാറ്റട്ടെ, ഗെയിം മാറുമെന്ന് കരുതുന്നു. അപ്പം ഇത്രേ ഉള്ളു റിവ്യൂ. അപ്പൊ നിങ്ങളെ ബിഗ് ബോസ് റിവ്യൂ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ ഇനി ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.